നമസ്കാരമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ കള്ളവടി കഥയൊക്കെ തീർന്നെന്ന് കരുതിയിരിക്കണം. കാരണം ഇത്ര പൈസ നമ്മളൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. നാലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി ഇതിൽ പൂരം കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ചെറിയ പടക്കമൊക്കെ നനഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ എടുത്ത് പൊട്ടിക്കാൻ പറ്റുമല്ലോ. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ എന്ത് പൂരം കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും ഓരോന്നൊക്കെ, ഒരു മരുന്നിനുള്ള വെടിയൊക്കെ. ഞാൻ ഇന്നലെ വീട്ടിലാരുമില്ല, ശിവരാത്രിയാണ്. രണ്ടെണ്ണം കീറി ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്തിരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ നേരത്തെ ഞാൻ ഫോൺ കൈ കൊണ്ട് തൊടില്ല, നെറ്റ് യൂസ് ചെയ്യില്ല, പറ്റുമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. നമ്മുടെ ആരെങ്കിലും യാത്രയിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫോൺ ഓഫാക്കാൻ പറ്റില്ല, നമ്മളെ എന്തെങ്കിലും എമർജൻസി വിളിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും സേഫ് സോണിലാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. ചില സമയത്ത് മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കള്ളവെടിയുമായിട്ട് ബന്ധപ്പെട്ട പഴയ മധുരക്കിനാവുകളൊക്കെ അയവിറക്കിയപ്പോൾ ഈ ശിവരാത്രിനോട് ബന്ധപ്പെട്ട് എൻ്റെ മൈൻഡ് UP ഭാഗത്തേക്കൊക്കെ സഞ്ചരിച്ച്. അപ്പോഴാണ് അവിടെ ഉണ്ടല്ലോ ഒരു കള്ളവെടി. അതാണ് കള്ളായിട്ട് ചെന്ന മൈൻഡ് ഇതിലേക്ക് വേലി ചാടി വരും മെമ്മറി. എന്നാലും എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പൂനെയിൽ ജോലി എടുക്കുന്ന സമയത്ത് പൂനെ ദെഹ്റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ ഓർഡിനൻസ് ഡിപ്പോ ഉണ്ട്, പട്ടാളത്തിൻ്റെ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കണം. അങ്ങോട്ട് പോകണ വഴിക്ക് ഒരു കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കൊരു വഴിയുണ്ട്. അത് നേരെ പോണത് അവിടെ ഇതുണ്ട്, ആർമിക്കാരുടെ ഫാമിലി ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. അവിടെ നേരെ പോയാൽ KV കേന്ദ്രീയ വിദ്യാലയം സെൻട്രൽ സ്കൂള്, ഒരു സ്കൂളുണ്ട് അവിടെ. അപ്പോൾ ആ സ്കൂള് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ ഒരു പെണ്ണായിട്ട് ലൈനായി. അവൾ UP കാരിയാണ്. അവിഹിതം തുടങ്ങി. വേറെ പ്രേമ ക്രീമൊന്നുമില്ല, അവിഹിതം എന്ന് പറഞ്ഞാൽ പക്ഷെ നല്ല ഫ്രണ്ടായിട്ട് എന്തും പറയാം. അങ്ങനത്തെ ചില ആൾക്കാരെ നമുക്കൊരു അസറ്റായിട്ട് കിട്ടും. അത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ബന്ധപ്പെടണമെന്നറിയില്ല. ഏതായാലും ബാക്കി പറയാം. അങ്ങനെ ഇവള് ദെഹ്റോഡിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി എങ്ങനെയോ അവളുടെ നാട്ടിലെത്തി. അവിടെ നാട്ടിൽ UP കാൺപൂർ ആ ഭാഗത്താണ് അവളുടെ വീട്. പക്ഷെ അവിടെ നിന്ന് ഒരു പകൽ യാത്രയും കൂടിയുണ്ട് ഇവള് വർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടെ ചെറിയൊരു ഫ്ലാറ്റ് പോലത്തെയൊക്കെ ഉണ്ട്. അവളവിടെ ഒറ്റക്കാണ്. അപ്പോൾ ഇവൾക്ക് ഭർത്താവ് മരിച്ചുപോയി. പിന്നെ അമ്മായിയമ്മനെ നോക്കാനാണ് അവൾ അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയത്. അവരും അധികാലം ജീവിച്ചിട്ടില്ല, അപ്പോൾ അവർ മരിച്ചുപോയി. അപ്പോൾ അവൾ നാട്ടിലാണ്. അപ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എനിക്കൊരു ലെറ്റർ അയക്കണം. ഒന്ന് വാ, നമുക്കൊന്ന് കണ്ട് അടിച്ചു പൊളിക്കാന്നൊക്കെ സാമ്യമുള്ളൊരു വാക്ക് അവൾ എഴുതിയിരുന്നു. ഏതായാലും വരാൻ പറഞ്ഞു. വേറൊന്നും ആലോചിച്ചില്ല, പോകാമെന്ന് ഞാൻ തീരുമാനമെടുത്ത്. കാരണം രോഗിച്ചത് പാല് വൈദ്യം കൽപ്പിച്ചത് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വറക്കണ ഒരു മുതലാണത്. ചില ആൾക്കാർ എവർ ഗ്രീനായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനത്തെ ഒരാളാണ്. സുന്ദരിയാണെന്ന് വെച്ചാൽ ഒരു ഇരുനിറം, അല്ല ഹൈറ്റും വെയിറ്റും എല്ലാ സാധനവും അത്യാവശ്യമുണ്ട്. അതൊക്കെ ഞാൻ പറയാമല്ലോ. അവളൊക്കെ ഒരു ഷഡ്ഡി മാത്രം ഇടിയിട്ട് കണ്ട സിനിമാ നടികളൊക്കെ തോറ്റു. അത്ര ബോഡി ഷേപ്പ്. കളിക്കാനാണെങ്കില ആരടാന്ന് വെച്ചാൽ ഞാനടാന്നല്ല, ഞാൻ എൻ്റെ അടുത്തൊക്കെ കട്ടക്ക് നിന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, അത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് എത്രത്തോളം ഒരാൾക്ക് അടുക്കാൻ പറ്റും. എങ്ങനെ വാഗ്ദാനങ്ങളില്ലാതെ കെട്ടിക്കോളാൻ. ആണും പെണ്ണും പ്രേമിച്ചാൽ പിന്നെ കെട്ടിക്കോളെന്നല്ല, ആ കുറിച്ച് പിന്നെ തലയിലിട്ടണം. അതല്ല പ്രേമത്തിൻ്റെ ഒരു ഇത് ചട്ടക്കൂട്. ഇതല്ലാത്ത പ്രേമം. ഇപ്പം എനിക്ക് ഫാമിലി ഉള്ളതൊക്കെ അറിയും, പക്ഷേ അത് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സ്നേഹം പരിശുദ്ധമായിട്ടുള്ള സ്നേഹം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഗോരഖ്പൂർ എക്സ്പ്രസ്സിൽ കയറി വണ്ടിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 110 എടുക്കുന്ന സ്പീഡ്. പുതിയ റാക്കൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ 110 ഈസിയായിട്ട് സ്പീഡാവും. നമുക്ക് ഫോണിൽ നെറ്റിൽ നോക്കിയാൽ അറിയാം. പക്ഷേ ട്രെയിൻ കുതിച്ച് പോയാൽ കൂടുതൽ വേഗത്തിലാണ് മനസ്സ് കുതിച്ച് പോയത്. അവളുടെ അടുത്ത് എത്തണം. അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു ത്രില്ല. ഇവള് എന്നെ കാൺപൂർ വന്നിട്ടുണ്ട് എന്നെ കൂട്ടാൻ. അവിടെ ഒരു 10-12 മണിക്കൂർ യാത്ര ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഊക്ക്.
അപ്പോൾ ഞാൻ ഒരു 2 ദിവസമാണ് അവിടെ നിൽക്കാൻ പ്ലാനിട്ട്. അപ്പോൾ തിരിച്ചു പോകണതൊക്കെ ഇവിടെ വന്നിട്ട് മതി എന്ന് അവൾ പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ, നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാനും റെഡിയാണ്. പിന്നെ ഇങ്ങോട്ട് റിസർവേഷൻ ഇല്ലെങ്കിൽ എനിക്ക് എന്തിക്കടാ. അപ്പോൾ അവൾ പറഞ്ഞു അത് നോക്കണ്ട, 2 ദിവസത്തിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് വെക്കാം, ഇല്ലെങ്കിൽ പിന്നെ ക്യാൻസൽ ചെയ്താൽ മതിയടാ. മൂഡ് വരികയാണെങ്കിൽ അവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഉദ്ദേശിച്ച ദിവസം തന്നെ പോയിക്കോ. അത് നല്ലൊരു പാക്കേജാണ്. ആ പാക്കേജ് എനിക്കിഷ്ടമായി. അവിടെ ചെന്നിട്ട് കേൾക്കണം, വാതിലാണ്ട് അടത്തിട്ട് എനിക്കൊരു ചുംബനം തന്നു. സകല നിർവൃതിയിലും ലയിച്ച്. കള്ളവെടിയല്ല അവിടെ പ്രധാനം. ഈ ഭാര്യ ഉണ്ടായിക്കോട്ടെ, നമുക്ക് ആരൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു പെണ്ണിനെ പ്രണയിക്കാൻ കഴിയുക എന്നുള്ളതൊരു ഭാഗ്യം. നല്ല ആളായിരിക്കണം കേട്ടോ. എന്നിട്ട് അവരെ പറ്റി ഓർത്തിരിക്കുക, അവരോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുക. കളി അതിൻ്റെ ഇടയിലൊരു ഭാഗമായിട്ട് വരുള്ളൂ, അല്ലാണ്ട് വെറും സാമാനം പൊക്കി പിടിച്ചാണ് കയറ്റാൻ പോയതല്ല ഞാൻ. ആ പേഴ്സണാലിറ്റി, ആ വ്യക്തിനോടുള്ള ഇഷ്ടം. 5 ദിവസം ഞാൻ അവിടെ നിന്ന് ഒരു ശരാശരി 3-4 കൂട്ടിക്കോ, എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്. കളിയല്ല അവിടെ പ്രശ്നം. തീർച്ചയായിട്ടും പോരാനുള്ളൊരു അതൊരു വേർപാട് തൽക്കാലത്തേക്ക് ആണെങ്കിലും അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആ മൂച്ചും എനർജിയൊന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ശ്മശാന മൂകത. ചെന്ത ഇനി വല്ലാണ്ട് മിസ് ചെയ്യും അവരെ. ഇനി എന്നാണ് അവളെ കാണുക, ഇനി കാണൂലേ, തരം ചിന്തകൾ. പിന്നെ വിചാരിക്കും അങ്ങനെയൊന്നും ഇപ്പം ചിന്തിക്കണ്ട, എപ്പോഴും കാണണമെങ്കിൽ ഇനിയും കാണാലോ. മനസ്സിനെ സ്വയം ആശ്വസിപ്പിക്കണം. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ആ ത്രില്ല് ഒരിക്കലും ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവില്ല. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാധ്യതകളൊന്നും ഏറ്റെടുക്കണില്ല, കെട്ടിക്കോളാന്ന് പറയണില്ല, അവൾ എന്നോട് കെട്ടണമെന്ന് പറയണില്ല. സൗഹൃദം എന്ത് വേണമെങ്കിലും ചെയ്തു തരും, എന്തും. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പെണ്ണ് നമ്മൾക്ക് സുഹൃത്തായിട്ടുള്ളത് ഉണ്ടാവണത് എത്രയോ ബെറ്ററാണ്. പക്ഷേ അവൾ കുറേ ദൂരത്തായിപ്പോയി. ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിലില്ല, എൻ്റെ ലൈഫ് കുറച്ചും കൂടി കളർഫുള്ളായനെ. കാരണം ഇടയ്ക്ക് കാണുകയൊക്കെ ചെയ്യല്ല. പക്ഷെ അവളുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാം, ഒരു ഫാമിലിയിൽ അവൾ കയറി കളിക്കൂല, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഈ മോറൽ ട്രാഫിക് ഇപ്പം നടത്താൻ ഒരു ഫാമിലിയുള്ള ഒരാൾ കളിക്കണതിനൊന്നും നമുക്ക് അത്ര വലിയ ഡീസൻ്റ് ഒന്നുമല്ല. പക്ഷെ അയാളെ സ്വന്തമാക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവൾ ഒരുപാട് പോളിസിയുള്ള ആളാണ്. ഏതായാലും അവളുടെ പേരും കൂടി പറഞ്ഞേക്കാം. ഏതായാലും ഈ നാട്ടിലുള്ള ആളൊന്നുമല്ലല്ലോ. ഗൗരി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാലേ എൻ്റെ മനസ്സിലിപ്പോൾ എവർ ഗ്രീനായിട്ട് സൂക്ഷിക്കുന്ന ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോൾ വേറെ സത്യം ഞാൻ പറഞ്ഞുതരാം, അവളുടെ ഫോൺ നമ്പർ എൻ്റെ അടുത്തില്ല, മിസ്സായി. ഇപ്പം കത്തിടപാടുമില്ല. ഞാൻ കത്ത് വെച്ചാൽ ആ അഡ്രസ്സിൽ ആളുണ്ടാ അതും അറിയില്ല. പക്ഷെ ചില സംഗതികളെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിനൊരു ചെറിയ വേദന അനുഭവിക്കണൊക്കെ ഇതൊരു സുഖമുള്ള വേദന. ഏതായാലും ഗൗരി എവിടെയായാലും സുഖമായിട്ടിരിക്കട്ടെ. സുന്ദരിയാണെന്ന് വെച്ചാൽ അവളുടെ ശരീരത്തിനല്ല അവളുടെ സൗന്ദര്യം, അവളുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഇപ്പോൾ ആ ട്രെയിനിൽ അങ്ങോട്ട് പോകുമ്പോഴുള്ള എൻ്റെ ആ ഒരു ത്രില്ല്, അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള എൻ്റെ ഒരു മൂഡ് ഔട്ടും, ആ ഒരൊറ്റ വ്യത്യാസം മതി എൻ്റെ സ്നേഹം അവളോടുള്ള എത്രയെന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കാൻ. നല്ല ബന്ധങ്ങൾ എപ്പോഴും നല്ലതേ ഭരിച്ചുള്ളൂ. നമസ്കാരം.